ഹായ്, സഹദേവ് മാഷാണേ. നമ്മൾ വെള്ളമൊഴിച്ചാൽ കാണാൻ പറ്റുന്ന തരത്തിലുള്ള പാത്രങ്ങളാണിത് ഓരോന്നും. ആദ്യം കാണിച്ചത് 1 ലിറ്റർ പാത്രമാണ്, 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ. രണ്ടാമത് കാണിച്ചത് 100 cc, 100 ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ 100 സമചതുരങ്ങളായി തന്നെ കാണാം. ഇത് 5 സെൻറ്റിമീറ്റർ ഇൻറ്റു 5 സെൻറ്റിമീറ്റർ ഇൻറ്റു 5 സെൻറ്റിമീറ്റർ 125 ഘന സെൻറ്റിമീറ്റർ. ഇതാണ് അതിൻ്റെ ബേസ്. അതായത് 1 സെൻറ്റിമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള ഒരു സമചതുര പാത്രം. അതിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവാണ് 1 മില്ലി ലിറ്റർ. ഇത് 2 മില്ലി ലിറ്റർ വെള്ളം കൊള്ളുന്ന അല്ലെങ്കിൽ ദ്രാവകം കൊള്ളുന്ന പാത്രം. ഇത് 3 മില്ലി ലിറ്റർ എന്ന് വെച്ചാൽ 3 ക്യൂബിക് സെൻറ്റിമീറ്റർ ആയിട്ട് തന്നെ കാണാം. 3 സമചതുര കട്ടകൾ അടുക്കി വെച്ച് ഇതാ 4 ക്യൂബിക് സെൻറ്റിമീറ്റർ, 4 മില്ലി ലിറ്റർ വെള്ളം കൊള്ളുന്ന പാത്രം. ഇത് 5 മില്ലി ലിറ്റർ വെള്ളം കൊള്ളുന്ന പാത്രം, 5 ക്യൂബിക് സെൻറ്റിമീറ്റർ, 6 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ ഓരോ ക്യൂബായിട്ട് തന്നെ കാണണം എന്നുള്ളതാണ്. ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ കൃത്യമായി ആ വെള്ളം അല്ലെങ്കിൽ ദ്രാവകം ഒരു ക്യൂബിൻ്റെ ഒരു സമചതുര കട്ടയായിട്ട് തന്നെ കാണണം. ഇതാണ് വ്യാപ്തം അളക്കാനുള്ള അടിസ്ഥാന യൂണിറ്റ് എന്ന് കുട്ടി തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇത് മറ്റൊരു പാത്രം, 2 സെൻറ്റിമീറ്റർ നീളം, 2 സെൻറ്റിമീറ്റർ വീതി, 2 സെൻറ്റിമീറ്റർ ഉയരം എന്ന് പറയുമ്പോൾ 8 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇത് 12 ക്യൂബിക് സെൻറ്റിമീറ്റർ, അതായത് 3 × 2 × 2. ഇത് ഇതാ 1 2 3 4 5 5 × 2 × 2, അപ്പോൾ 40, 5 2 20 ഇങ്ങനെ ഓരോന്നും ഇതാ ഇവിടെ നോക്ക്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പാത്രങ്ങൾ. ഇത് ഇതാ 11 ക്യൂബിക് സെൻറ്റിമീറ്റർ കൃത്യമായി കാണാൻ വേണ്ടിയിട്ടാണ്, 10 മില്ലി എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ 11 അളവിലെടുത്തത് കേട്ടോ, ഇല്ലെങ്കിൽ മറഞ്ഞ് തുളുമ്പുമല്ലോ. ഇത് ഇതാ 2 × 2 × 10 ആണ്. അപ്പോൾ 4 10 40 ക്യൂബിക് സെൻറ്റിമീറ്റർ, 40 മില്ലി ലിറ്റർ കൊള്ളുന്ന പാത്രം. ഇങ്ങനെ OHP ഷീറ്റിൽ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള പാത്രങ്ങൾ ഉണ്ടാക്കാം. ഇനി അതിൽ വെള്ളം ദ്രാവകം ഒഴിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കുക. അതിൻ്റെ ഏറ്റവും അടിയിൽ ഇപ്പോൾ കാണുന്ന വെള്ളം, ആ ദ്രാവകം ഒരു ക്യൂബായിട്ട് നിൽക്കുകയാണ്. 1 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയും 1 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു സമചതുര കട്ടയുടെ രൂപത്തിലാണ് ഇപ്പോൾ വെള്ളം നിൽക്കുന്നത്. ഇതാണ് ദ്രാവകത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ്, വ്യാപ്തത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ്, 1 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇപ്പോൾ 2 ക്യൂബിക് സെൻറ്റിമീറ്ററാണ് കാണുന്നത്. അങ്ങനെ ഓരോ ഇതാ ഇപ്പോൾ 3 ക്യൂബിക് സെൻറ്റിമീറ്ററാണ് എന്ന് പറയുമ്പോൾ 3 ക്യൂബായിട്ട് തന്നെ കാണാം. 3 മില്ലി ലിറ്റർ വെള്ളം 3 ക്യൂബായിട്ട് തന്നെ കാണാം. ഇത് 4 ക്യൂബിക് സെൻറ്റിമീറ്റർ, 4 മില്ലി ലിറ്റർ ദ്രാവകമാണ്. അങ്ങനെ നമുക്ക് അതിൻ്റെ അളവ് ഇങ്ങനെ കൂട്ടി വ്യത്യസ്ത പാത്രങ്ങളിൽ വെള്ളം നിറച്ചുകൊണ്ട് നമുക്കത് കാണാം. എന്ന് വെച്ചാൽ 1 മില്ലി ലിറ്റർ വെള്ളം ഒരു ക്യൂബായിട്ട് കാണണം എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. എന്ന് വെച്ചാൽ അതാണ് വ്യാപ്തം അളക്കാനുള്ള അടിസ്ഥാന യൂണിറ്റ്. 1 സെൻറ്റിമീറ്റർ നീളം, 1 സെൻറ്റിമീറ്റർ വീതി, 1 സെൻറ്റിമീറ്റർ ഉയരം. ഇതാ ഇപ്പോൾ നോക്ക്, ആ പാത്രത്തിൽ 5 സമചതുര കട്ടകളായിട്ടാണ് ആ ദ്രാവകം കാണുന്നത്. 5 സമചതുര കട്ടകൾ, 1 സെൻറ്റിമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള 5 കട്ടകളായിട്ടാണ് ആ വെള്ളം ഉള്ളത്. എന്ന് വെച്ചാൽ 5 ക്യൂബിക് സെൻറ്റിമീറ്റർ, 5 മില്ലി ലിറ്റർ. അടുത്തത് അപ്പോൾ 2 അട്ടിയായിട്ട് ഉയരം 2 വന്നപ്പോൾ അത് 10 മില്ലി ലിറ്റർ, 10 ക്യൂബിക് സെൻറ്റിമീറ്റർ വെള്ളമായി. അതിൻ്റെ വ്യാപ്തം 10 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 10 മില്ലി ലിറ്റർ ദ്രാവകം. വെള്ളം തന്നെയാണെങ്കിലും വെള്ളം ഒഴിച്ചാൽ കാണില്ല എന്നതുകൊണ്ടാണ് ഞാൻ ലേശം കളറ് ചേർത്തത്, അപ്പോഴേ നമുക്കത് കാണാനാണ്. ഇനി ഇത്തരം പാത്രങ്ങൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. OHP ഫിലിമാണ് ഓവർ ഹെഡ് പ്രൊജക്ടറിന് ഉപയോഗിക്കുന്ന, എന്ന് വെച്ചാൽ കുട്ടികൾ ഗ്ലാസ് ഷീറ്റ് എന്നാണ് ഇതിന് പറയുക, ഗ്ലാസ് പെയിൻറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതാ സാധാരണഗതിയിൽ 30 സെൻറ്റിമീറ്റർ എന്ന് പറയുമെങ്കിലും 29.7 സെൻറ്റിമീറ്ററാണ്
ഇതിൻ്റെ നീളം ഉണ്ടാവുക എന്ന് വെച്ചാൽ 3 മില്ലിമീറ്റർ കുറവായിരിക്കും. അപ്പോൾ നമുക്കിത് 3 എടുക്കണമെങ്കിൽ 9.9 അടയാളപ്പെടുത്തുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് 10 സെൻറ്റിമീറ്റർ ഉള്ളളവുള്ളൊരു പാത്രത്തിലേക്ക് ഇത് ഇറക്കി വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 1 മില്ലിമീറ്റർ കുറഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇതാ അപ്പോൾ 3 ഭാഗമാക്കി. ഇനി വീതി 21 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഓരോ സെൻറ്റിമീറ്ററിന് അടയാളപ്പെടുത്തുകയാണ്. ഒരു A4 സൈസിലാണ് ഈ ഗ്ലാസ് ഷീറ്റ് ഉണ്ടാകുക. അപ്പോൾ ഇത് പല തിക്നെസ്സിലും ഉണ്ടാവും. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് തിക്നെസ് ഉള്ളതാണ്. 175 മൈക്രോണാണ് അതിൻ്റെ തിക്നെസ്. സാധാരണഗതിയിൽ നമ്മളെ കടകളിൽ 100 മൈക്രോണും 125 മൈക്രോണും ഒക്കെ കിട്ടും. അപ്പോൾ ഓരോ സെൻറ്റിമീറ്ററിന് അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ ആ മധ്യഭാഗത്ത് ഞാൻ 1/2 സെൻറ്റിമീറ്ററിന് പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇത് 21 സെൻറ്റിമീറ്ററാണ്. നമ്മൾ പാത്രം കൃത്യം 10 സെൻറ്റിമീറ്റർ ഉയരത്തിലുണ്ടാക്കിയാൽ നമുക്കത് ലിറ്റർ പാത്രത്തിൽ നിന്ന് വെള്ളം മറഞ്ഞ് തുളുമ്പും. വളരെ നിറയെ എടുക്കുമ്പോൾ എന്തായാലും തുളുമ്പിപ്പോവും. അതുകൊണ്ട് 1/2 സെൻറ്റിമീറ്റർ കൂട്ടിയിടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് വീതി 21 സെൻറ്റിമീറ്റർ ഉണ്ടല്ലോ. അതുകൊണ്ട് 10ന് പകരം 10.5 സെൻറ്റിമീറ്ററിലാണ് ഹൈറ്റ് എടുക്കുക. ആ 1/2 സെൻറ്റിമീറ്റർ നമുക്ക് ബാക്കി കാണണം. ഇനി തിരിച്ചും പോയിൻ്റ് ഇടുകയാണ്. അപ്പോൾ ഓരോ സെൻറ്റിമീറ്ററിനും പോയിൻ്റ് ഇട്ട് അത് ഗ്രാഫാക്കിയിട്ട് വരയ്ക്കണം. ഇപ്പോൾ തിരിച്ചും വരയ്ക്കുമ്പോൾ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ സെൻറ്റിമീറ്റർ, അതായത് സ്ക്വയറായിട്ട് കാണും. എല്ലാം സമചതുരങ്ങൾ, 1 സെൻറ്റിമീറ്റർ നീളവും വീതിയുള്ള സമചതുരങ്ങളാണ് മുഴുവൻ. അപ്പോൾ A4 പേപ്പറിൽ മുഴുവൻ ഈ ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. അങ്ങനെ വരച്ചെടുത്താൽ ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 10ന് പകരം 10.5 എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ 10.5 കണക്കാക്കിയിട്ട് വരയ്ക്കുകയാണ്. 10.5 കണക്കാക്കി വരയ്ക്കുകയാണ്. ഇനി ഇത് മുറിച്ചെടുക്കണം. അപ്പോൾ ഇതുവരെ അതിൻ്റെ അടിയിൽ ഒരു വെള്ള ഷീറ്റ് ഉണ്ടായിരുന്നു. സാധാരണ ഗ്ലാസ് ഷീറ്റിന് ഇത് അടിയിലൊരു വെള്ള ഷീറ്റോട് കൂടിയാണ് കിട്ടുക. അപ്പോഴേ നമുക്ക് കാണും. പക്ഷേ മുറിക്കുമ്പോൾ അത് പറ്റില്ലല്ലോ. അപ്പോൾ അത് ആ വെള്ള ഷീറ്റ് അങ്ങ് ഒഴിവാക്കണം. ഇനി അത് 10 സെൻറ്റിമീറ്ററിന് കണക്കാക്കി യൂണിറ്റ് എടുത്ത് മുറിക്കുകയാണ്. അപ്പോൾ എണ്ണി അപ്പോൾ ഒരു A4 നമുക്ക് 6 കഷ്ണങ്ങൾ കിട്ടും. അപ്പോൾ ഇടത് കൈ അമർത്തി പിടിച്ചിട്ട് വേണം മുറിക്കാൻ, സ്ലിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള 5 ഷീറ്റ് കൊണ്ട് നമുക്കൊരു ലിറ്റർ പാത്രം ഉണ്ടാക്കാം. 10 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയും 10 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള. അപ്പോൾ ഇവിടെ നമ്മൾ കാണിക്കുന്നത് ചെറിയ പാത്രം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാനിതാ 1 2 3 4 5 4 സെൻറ്റിമീറ്റർ കണക്കാക്കി എടുത്തതാണ്. ഇത് 6 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇനി ആ 6 സെൻറ്റിമീറ്റർ ചെയ്ത് നോക്കിക്കോ. അവിടെ മുറിക്കുന്നില്ല, ഒന്ന് അമർത്തി വരക്കുന്നേ ഉള്ളൂ, മുറിഞ്ഞു പോകരുത്. ഇനിയിപ്പോൾ മുറിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, സെല്ലോ ടേപ്പ് പൊട്ടിച്ചാൽ മതി. എന്ന് വെച്ചാൽ അവിടെ നിന്ന് മടക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് 90 ഡിഗ്രി 90 ഡിഗ്രി തന്നെ കിട്ടണം. ഈ 4ാമത്തെ നമുക്ക് മുറിച്ച് മാറ്റാം. അപ്പോൾ 3 അമർത്താതെ മുറിക്കുന്നതാണ്. നമുക്കത് തിരിച്ച് ഈ രൂപത്തിൽ മടക്കിയെടുക്കാം. ഇനിയും അഥവാ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സെല്ലോ ടേപ്പ് പൊട്ടിച്ച് റെഡിയാക്കണമെന്നേ ഉള്ളൂ. ഇനി അതിൻ്റെ അറ്റത്ത് നമ്മൾ ഒരു 1/2 ഇഞ്ച് ടേപ്പ്, 1/2 ഇഞ്ച് സെല്ലോ ടേപ്പാണ് എടുക്കുന്നത്. അപ്പോൾ പകുതി പുറത്തും പകുതി അകത്തുമായിട്ട് ഒട്ടിക്കുന്നു. എന്നുവെച്ചാൽ പകുതി പശയുടെ ഭാഗം
പുറത്തുണ്ടാകണം. അതാണ് മറുവശത്ത് വന്ന് ഒട്ടേണ്ടത്. നമ്മളെ അളവും വരയും എല്ലാം കൃത്യമാണെങ്കിൽ ഇത് കൃത്യമായിട്ട് 4 ഭാഗത്തും ഓരോ സെൻറ്റിമീറ്റർ കൃത്യമായി തന്നെ ഉണ്ടാകും. അപ്പോൾ ആ സെലോ ടേപ്പിൻ്റെ ഭാഗം ഈ രൂപത്തിൽ ഒട്ടിച്ചാൽ ഒരു സ്ക്വയർ പൈപ്പ് പോലെ കാണാം. സ്ക്വയറായി നിൽക്കുന്ന ഉള്ളു പൊള്ളയായ പൈപ്പ് പോലെയാണ് കാണുക. ട്രാൻസ്പെറൻ്റാണ്. അപ്പോൾ ഇതിപ്പോൾ പാത്രമായിട്ടില്ല. പാത്രം ആവണമെങ്കിൽ അതിൻ്റെ അടിവശം ഒട്ടിക്കണം. മേലെ വെള്ളമൊഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിടാം. പക്ഷേ അടിവശം ഒട്ടിച്ചിടണം. അതെങ്ങനെയാണെന്ന് നോക്ക്. 1 സെൻറ്റിമീറ്ററിന് കണക്കാക്കി മുറിച്ച്. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്ക്. അവിടെ സെലോ ടേപ്പ് ഒട്ടിക്കുകയാണ്. യെസ്. ഇപ്പോൾ 3 ഭാഗത്തും സെലോ ടേപ്പിൻ്റെ പിന്നെ കാണാം നിങ്ങൾക്ക്. 3 ഭാഗം. ഒരു ഭാഗം മാത്രം അത് അവിടുന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ആ ഭാഗം സെലോ ടേപ്പ് ഉണ്ടാവില്ല. മറ്റ് 3 ഭാഗത്തും സെലോ ടേപ്പിൻ്റെ ഭാഗമുണ്ട്. പൊളിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. യെസ്. ഇനി നമ്മൾ ഈ സ്ക്വയർ പൈപ്പ് പോലെ കിട്ടിയെന്ന് പറഞ്ഞ ഭാഗമില്ലേ, അതിൻ്റെ ഒരു ഭാഗത്ത് ഒട്ടിച്ച് രണ്ടാമത്തെ ഭാഗത്തും ഒട്ടിക്കുകയാണ്. അളവ് റെഡി ആയിരിക്കും. കാരണം ആ എടുക്കുന്ന പാത്രവും അതുപോലെ നമ്മൾ ആ 1 സെൻറ്റിമീറ്ററും റെഡി ആയിട്ടാണുള്ളത്. 2 ഭാഗത്ത് ഒട്ടിച്ച് ഇനി ആ സെലോ ടേപ്പിൻ്റെ ഭാഗം ആ മൂലയിലൂടെ കീറിയതിന് ശേഷം ഒരു ചുളിവ് വരാത്ത രൂപത്തിൽ ഉള്ളിലേക്ക് മടക്കുക. അപ്പോൾ അതവിടെ ഒട്ടി നിർത്തുന്നിട്ടുണ്ട്. പക്ഷേ ഒന്നും കൂടെ ഒരു ചെറിയ ടൈപ്പും കൂടെ ഒട്ടിക്കേണ്ടതുണ്ട്. യെസ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പം പുറത്തേക്ക് ചാടിപ്പോകാതിരിക്കാനാണ്. ഇത് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പേ ഒരു പശ കൊണ്ട് ഒട്ടിക്കേണ്ടതും ഉണ്ട്. അപ്പോൾ പശ അതിലേക്ക് ആക്കുമ്പോൾ, ഗ്ലൂ അതിലേക്ക് ഒഴിക്കുമ്പോൾ അബദ്ധത്തിൽ പുറത്ത് വന്നാൽ നമ്മളെ കയ്യിലൊക്കെ അപകടമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ് പാത്രം ആയിക്കഴിഞ്ഞു. ഇനി അടുത്തത് നോക്ക്. അപ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയത് 6 സെൻറ്റിമീറ്റർ ഉയരമുള്ളതായിരുന്നു. ഇപ്പോൾ 4 സെൻറ്റിമീറ്റർ ഉയരമുള്ള പാത്രം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ 4 ക്യൂബുകൾ, 4 യൂണിറ്റ് ക്യൂബുകളായിട്ട് തന്നെ കാണാം. ഈ ഭാഗം മുറിച്ച് മാറ്റുക. പിന്നീട് നമ്മൾ നേരത്തെ ചെയ്ത രൂപത്തിൽ അത് പിന്നെ മറുവശത്ത് പകുതി ടേപ്പ് എടുത്ത് ആ ബാക്കി പകുതിയാണ് മറ്റേ ഭാഗത്തേക്ക് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ കറക്റ്റ് 90 ഡിഗ്രിയിൽ മടങ്ങുന്ന രൂപത്തിൽ വെച്ചതിന് ശേഷം ആ പകുതി ടേപ്പ് മറുവശത്തേക്ക് കൊണ്ടുപോയി ഒട്ടിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കിട്ടിയ പോലെ ഒരു സ്ക്വയർ പൈപ്പ് തന്നെ കിട്ടി. ഇനി ഇതിനും നമുക്ക് പിന്നെ അതിൻ്റെ അടപ്പ്, അതായത് അടിഭാഗം ചെയ്യേണ്ടതുണ്ട്. 1/2 ഇഞ്ച് ടേപ്പ് തന്നെ 2 വശത്തും പുറത്ത് കിട്ടുന്ന രൂപത്തിൽ വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ 2 ഭാഗത്തും ഇപ്പോൾ സെലോ ടേപ്പിൻ്റെ ഭാഗമുണ്ട്. എന്നിട്ട് 1 യൂണിറ്റ് ഇങ്ങ് മുറിച്ചെടുക്കുക. 1 യൂണിറ്റ് മുറിച്ചെടുക്കുമ്പോൾ അതിനോടൊപ്പം സെലോ ടേപ്പും കൂടെ മുറിഞ്ഞ് വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിൻ്റെ 2 ഭാഗത്തും സെലോ ടേപ്പ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ സ്ക്വയർ പൈപ്പ് പോലെ അതിൻ്റെ അടിഭാഗത്ത് ഒട്ടിക്കുന്നത്. അടിഭാഗത്ത് ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി അത് പിന്നെ സെലോ ടേപ്പിൻ്റെ ഒരു ഭാഗവും കൂടെ ചെയ്ത് കഴിഞ്ഞാലേ അത് ഉറക്കൂ. അതവിടെ നിൽക്കുന്നുണ്ടെന്നേ ഉള്ളൂ. യെസ്. 3/4 ഇഞ്ച് ടേപ്പിൻ്റെ ഒരു കഷ്ണം എടുക്കുകയാണ്. അപ്പോൾ 4 ഭാഗത്തും പുറത്താവുന്ന രൂപത്തിൽ വെച്ചതിന് ശേഷം ഓപ്പോസിറ്റ് 2 സൈഡിൽ, അതായത് നേരത്തെ എവിടെയാണോ ഒട്ടിക്കാത്തത് ആ ഭാഗത്ത് ഒട്ടിച്ചതിന് ശേഷം ആ മൂലകൾ ഒന്ന് മുറിക്കുകയാണ്. സെലോ ടേപ്പ് മുറിച്ചാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെക്കാനാവൂ. യെസ്. ഇപ്പോൾ നമ്മൾ അതേമാതിരിയുള്ള മറ്റൊരു പാത്രം, അതായത് 4 ക്യൂബിക് സെൻറ്റിമീറ്റർ, 4 സമചതുരക്കട്ടകൾ ഒരുമിച്ച് ചേരുന്ന തരത്തിലുള്ളൊരു പാത്രം കിട്ടിക്കഴിഞ്ഞു. നേരത്തെ നമ്മൾ എടുത്തത് 6-ൻ്റെതാണ്, ഇപ്പോൾ 4-ൻ്റെതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്ത രൂപത്തിൽ നമുക്ക് കട്ടകൾ ഉണ്ടാക്കാം.
1, 2, 3, 4 അങ്ങനെ 10 വരെയും 11 വരെയും ഒക്കെ ഉണ്ടാക്കാം. അതായത് ഇത് മില്ലി ലിറ്റർ പാത്രങ്ങളായിട്ട് തന്നെ അതിൽ വെള്ളം ഒഴിച്ചാൽ 4 മില്ലി ലിറ്റർ 4 ക്യൂബുകളായിട്ട് തന്നെ കാണാം. ഇതാ അടുത്തത് 2, 3, നാലാമത്തെ നമ്മൾ മുറിച്ച് മാറ്റുന്നു. യെസ്. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ ചെയ്യുന്നു. അപ്പോൾ 1 യൂണിറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. 1 ക്യൂബിക് യൂണിറ്റിൻ്റെ 1 മില്ലി ലിറ്റർ വെള്ളം കൊള്ളുന്ന പാത്രം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, 1 സെൻറ്റിമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള ഒരു സമചതുരക്കട്ട എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നാണ് കാണേണ്ടത്. ഇത് 4 എണ്ണം ഒന്നിച്ചെടുത്തതാണ്. 4 എണ്ണം ഒന്നിച്ചെടുത്തതിന് ശേഷം എന്താ ചെയ്യുന്നതെന്ന് നോക്കുക. അപ്പോൾ നേരത്തെ ഉള്ളതുപോലെ ഒട്ടിച്ച് ആ പകുതി ടേപ്പ് ഉള്ളിലേക്ക് വെച്ച് ഒട്ടിച്ചത് പുറത്തേക്ക് വെച്ച് ഒട്ടിച്ചെടുത്ത് ഇത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ക്വയർ പൈപ്പായിട്ടാണ് കിട്ടിയത്. ഇനി നോക്ക്, ഇനി അമർത്തി വെച്ചതിന് ശേഷം 1 യൂണിറ്റ് 1 യൂണിറ്റ് അതായത് ഒരൊറ്റ കഷ്ണം മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ ചെറുതായതുകൊണ്ട് അത് സ്ലിപ്പ് ചെയ്യാതെ കിട്ടൽ ലേശം ബുദ്ധിമുട്ടായിരിക്കും. യെസ്. അപ്പോൾ ഈ കിട്ടിയത് ഇതാ 1 ക്യൂബിക് യൂണിറ്റിൻ്റെ 4 ചുമരുകളാണ് ഇപ്പോൾ കിട്ടി. അപ്പോൾ അതിന് നേരത്തെ ചെയ്തതുപോലെ അടപ്പിടണം. യെസ്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച കഷ്ണമുണ്ട്. ഇതാണ് അതിൻ്റെ 4 ഭാഗത്തും കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു അടപ്പും കൂടെ എന്ന് വെച്ചാൽ അടിഭാഗവും കൂടെ നമ്മൾ വെക്കണം. ഇവിടെ ആയിരുന്നു 2 ഭാഗവും പശയുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നേരത്തെ ഒട്ടിച്ചതായിരുന്നു. അപ്പോൾ നീളത്തിൽ മുറിച്ചാൽ അവിടെ നമുക്ക് കിട്ടുന്നത് ആ സെലോ ടേപ്പോട് കൂടിയാണ്. 2 അറ്റത്തും സെലോ ടേപ്പ് ഉണ്ട്. അത് അടിഭാഗത്ത് വെച്ച് കൃത്യമായി ഒട്ടിക്കുകയാണ്. അപ്പോൾ 1 മില്ലി ലിറ്റർ വെള്ളം കൊള്ളുന്ന പാത്രം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 1 ക്യൂബിക് യൂണിറ്റ്. ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇനി അത് ക്യൂബായിട്ട് നിൽക്കണമെങ്കിൽ 2 ഭാഗവും അടക്കാം. അപ്പോൾ അങ്ങനെയും ചെയ്യാം. 2 ഭാഗവും അടപ്പിട്ടുകൊണ്ട്. വെള്ളം ഒഴിക്കുന്നതാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം തുറന്ന് എടുക്കുക. ഇനി ആ ബാക്കിയുള്ള 3 യൂണിറ്റ് 3 ക്യൂബിക് യൂണിറ്റ് 3 മില്ലി ലിറ്റർ വെള്ളം കൊള്ളുന്ന മറ്റൊരു പാത്രം ഉണ്ടാക്കി. അപ്പോൾ ചെറിയ കഷ്ണങ്ങൾ പോലും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് മുഴുവനായിട്ടും ചെയ്യാം. അപ്പോൾ വ്യത്യസ്ത അളവിലുള്ള സമചതുര പാത്രങ്ങൾ, പ്രത്യേകിച്ചും 1 സെൻറ്റിമീറ്റർ വീതമുള്ള എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിച്ചു തന്നത്. അപ്പോൾ അത് 1 മില്ലി ലിറ്റർ വെള്ളം കൊള്ളുന്ന പാത്രമുണ്ട്. ഈ ഉള്ളിൽ ദ്രാവകമൊഴിച്ചാൽ പുറത്ത് കാണണമെങ്കിൽ ഇങ്ങനെയുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പാത്രം തന്നെ വേണം. ഒപ്പക്കായിട്ടുള്ള പാത്രം ഉണ്ടാക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷേ അപ്പോഴെന്താണെന്ന് വെച്ചാൽ അതിൽ നമുക്ക് വെള്ളം ഒഴിച്ചാൽ പുറത്തുനിന്ന് കാണാനാവില്ല. ശരിക്കും 1 മില്ലി ലിറ്റർ വെള്ളം ഒരു സമചതുര കട്ടയായിട്ട് കുട്ടികൾ കാണണം. ഇതാണ് വ്യാപ്തത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ്. ഈ യൂണിറ്റ് എത്രയെണ്ണം എന്ന് വെച്ചാൽ എത്ര കട്ടകളുണ്ട് നോക്കിയിട്ടാണ് ആ ദ്രാവകത്തിൻ്റെ വ്യാപ്തം നിർണ്ണയിക്കുന്നത്. ആ കാര്യമാണ് നമ്മളെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ നിർമ്മിച്ച ഇതാ 1 മില്ലി ലിറ്റർ പാത്രം. ഇത് 3 മില്ലി ലിറ്റർ വെള്ളം കൊള്ളുന്ന പാത്രം. ഇതും ഇത് 4 മില്ലി ലിറ്റർ വെള്ളം കൊള്ളുന്ന പാത്രം. അപ്പോൾ വെള്ളം ഒഴിക്കണമെങ്കിൽ ഇതിൽ മറ്റൊരു പശയും കൂടെ ചേർക്കേണ്ടതുണ്ട് കേട്ടോ. സെലോ ടൈപ്പിൽ മാത്രം നിൽക്കില്ല എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്ത വ്യാപ്തമുള്ള സമചതുര പാത്രങ്ങൾ നമുക്ക് നിർമ്മിക്കാം. അപ്പോൾ ഇനി മറ്റൊരു പാത്രം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 1 യൂണിറ്റുള്ളതല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഒന്നിലധികം
പിന്നെ വന്നാൽ, അതായത് നീളവും വീതിയും ഉയരവും ഒക്കെ വ്യത്യസ്തമായ പാത്രങ്ങൾ എങ്ങനെയാണ് നിർമ്മിക്കുക എന്നാണ് നോക്കുന്നത്. അതായത് ഇപ്പോൾ 10 നീളത്തിലെടുത്തതാണ്. ഇവിടെ 2 സെൻറ്റിമീറ്ററിന് മുറിക്കുകയാണ്. 2 സെൻറ്റിമീറ്റർ. ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെയാണെങ്കിലും മുറിച്ചിടണമെന്നില്ല. പക്ഷേ നല്ല മൂർച്ചയുള്ള ബ്ലേഡാകുമ്പോൾ ഒന്ന് നമ്മൾ തൊടുമ്പോൾ തന്നെ അതങ്ങ് മുറിഞ്ഞു പോകും. അപ്പോൾ ഇനി അഥവാ മുറിഞ്ഞ് വീണാൽ എന്താണ് ചെയ്യുക എന്നാണ് കാണിച്ചു തരുന്നത്. സെലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചാൽ മതി. അവിടെ 1/2 ഇഞ്ച് സെലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഒന്നിൻ്റെ മേലെ ഒന്ന് കയറിപ്പോകാൻ പാടില്ല. അവിടെ ഗ്യാപ്പ് വേണമെന്നൊരു നിർബന്ധമില്ല. ഒരു മുടിനാരിൻ്റെ ഗ്യാപ്പ്, വളരെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായാൽ നല്ലതാണെന്ന് മാത്രം. ഗ്യാപ്പില്ലെങ്കിലും ഒന്നിൻ്റെ മേലെ ഒന്ന് കയറിപ്പോകാൻ പാടില്ല. ഇത് 1/2 ഇഞ്ച് ടേപ്പ് ഉപയോഗിച്ചാണ് ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ മറ്റൊരു വ്യത്യസ്ത വ്യാപ്തമുള്ള പാത്രമാണ് ഉണ്ടാക്കുന്നത്. യെസ്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ അതിൻ്റെ അറ്റത്ത് പകുതി അകത്തും പകുതി പുറത്തുമായിട്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് 3/4 ഇഞ്ച് ടൈപ്പാണ്. നേരത്തെ 3 തവണയും വെച്ചത് 1/2 ഇഞ്ച് ടൈപ്പാണ്. നമ്മൾ അളവ് റെഡിയാണെങ്കിൽ അതിൻ്റെ മേലെ കൃത്യമായിട്ട് നമുക്ക് ഇതിങ്ങ് വെക്കാം. അപ്പോൾ നേരത്തെ കണ്ടതുപോലെ ഒരു സ്ക്വയർ പൈപ്പിൻ്റെ രൂപത്തിൽ വന്ന് സമചതുര സ്തംഭമായിട്ട് വന്ന് ഇനി അതിൻ്റെ അടിയിൽ നമുക്ക് ഒട്ടിക്കേണ്ടതുണ്ട്. ഇവിടെ 2 സെൻറ്റിമീറ്ററിനെ കണക്കാക്കി മുറിക്കുകയാണ്. അടുത്തത് 3 സെൻറ്റിമീറ്ററിന് മുറിക്കുകയാണ്, പലതരത്തിലുള്ള പാത്രം കിട്ടാൻ വേണ്ടി. യെസ്. ഇനി മറ്റൊരു 2 സെൻറ്റിമീറ്ററും കൂടെ എടുത്ത് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റോട്ട് സെലോ ടേപ്പ് 2 ഭാഗത്തും ഒട്ടിച്ചിട്ട് അതിൻ്റെ പശയോടുകൂടി കിട്ടണമല്ലോ. ഇനി ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും അല്ലെങ്കിൽ താഴെയും മേലെയും 3/4 ഇഞ്ച് ടേപ്പാണ് ഉപയോഗിക്കുന്നത്. 2 ഭാഗത്തും താഴെയും മേലെയും സെലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അത് 2 യൂണിറ്റിൽ മുറിച്ചെടുക്കുക. മുറിക്കാനുള്ള സൗകര്യത്തിന് ഇങ്ങനെ തിരിച്ച് വെക്കുകയാണ്. 2 ഭാഗത്തും ഇപ്പോൾ സെലോ ടേപ്പ് ഉണ്ട്. 2 യൂണിറ്റ് കണക്കാക്കി മുറിക്കുകയാണ്. യെസ്. ഇപ്പോൾ 2 ഭാഗത്തും പശയുണ്ട്. അതിൻ്റെ അടിവശത്ത് അതിനോട് ചേർത്ത് വെക്കുകയാണ്. പേസ്റ്റ് ചെയ്തതിന് ശേഷം മറ്റേ ഭാഗത്തും അതിൻ്റെ മറുവശം ഒട്ടിക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 അടുക്കയും പശയുള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഒട്ടിക്കാൻ കഴിയുന്നത്. അപ്പോൾ അളവ് റെഡിയാണെങ്കിൽ അവിടെ ആ സ്ക്വയർ കറക്റ്റായിട്ട് അവിടെ ചേർന്ന് നിൽക്കും. ഇനി മറ്റ് 2 ഭാഗമുണ്ട്, അവിടെ ഒന്ന് സെലോ ടേപ്പ് വെച്ച് റെഡിയാക്കണം. ഇതാ 2 ഇൻറ്റു 2 ഇൻറ്റു 2 സെൻറ്റിമീറ്റർ ഗുണിക്കണം 2 സെൻറ്റിമീറ്റർ ഗുണിക്കണം 2 സെൻറ്റിമീറ്റർ 8 ക്യൂബിക് സെൻറ്റിമീറ്ററുള്ളൊരു പാത്രം കിട്ടിക്കഴിഞ്ഞു നമുക്ക്. അപ്പോൾ ഇതിൽ നമ്മൾ ദ്രാവകം ഒഴിക്കുകയാണെങ്കിൽ 8 ഘന സെൻറ്റിമീറ്റർ 8 ക്യൂബിക് സെൻറ്റിമീറ്റർ വെള്ളം കൊള്ളും. 8 മില്ലി ലിറ്റർ വെള്ളം കൊള്ളും. അടുത്തത് ഒരു കഷ്ണം കൂടി എടുക്കുകയാണ്. നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച 3 നീളത്തിലുള്ള അതിലേക്ക് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഈ ഉണ്ടാവുന്ന പാത്രം 2 സെൻറ്റിമീറ്റർ ഇൻറ്റു 2 സെൻറ്റിമീറ്റർ ഇൻറ്റു 3 സെൻറ്റിമീറ്ററാണ്. ഇപ്പോൾ 2 2 4 4 3 12 ക്യൂബിക് സെൻറ്റിമീറ്റർ വ്യാപ്തമുള്ള പാത്രമാണ്. അപ്പോൾ 12 മില്ലി ലിറ്റർ വെള്ളം കൊള്ളുന്ന പാത്രം.
മറുവശവും ഒട്ടിക്കുകയാണ്. യെസ്, 12 മില്ലി ലിറ്റർ വെള്ളം കൊള്ളുന്ന പാത്രം. ഇനി അടുത്തത് ഇതിൻ്റെ നീളം 5 ആണ്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ ഇൻറ്റു 2 സെൻറ്റിമീറ്റർ ഇൻറ്റു 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 2, 2, 4, 5 20 ക്യൂബിക് സെൻറ്റിമീറ്റർ. 20 ക്യൂബിക് സെൻറ്റിമീറ്ററുള്ള പാത്രം. അപ്പോൾ പല തരത്തിലുള്ള വ്യാപ്തമുള്ള നമ്മൾ കണ്ടു കഴിഞ്ഞ് 1 ലിറ്റർ പാത്രം എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നേരത്തെ കാണിച്ചിട്ടുണ്ട്. 10 സെൻറ്റിമീറ്റർ നീളവും വീതിയും ഉയരവും ഉള്ള അത് നേരത്തെ വീഡിയോ ചെയ്തതാണ്. ഇനി നീളവും വീതിയും ഉയരവും വ്യത്യസ്തമായ പാത്രം എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കുക. 3 മുറിച്ചിട്ടില്ലേ ആ കല. 3, 2 വീണ്ടും 3 വീണ്ടും 2, അതായത് 3, 2, 3, 2ലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. യെസ്. ഇനി ആ 3ൽ വെച്ച് മടക്കുകയാണേ. 3 പിന്നെ 2ആണ്, വീണ്ടും 3ആണ്, വീണ്ടും 2ആണ്. യെസ്. അങ്ങനെ വരുമ്പോൾ ഈ രൂപത്തിൽ മറ്റൊരു സ്ക്വയർ പൈപ്പിൽ, അതായതെന്ന് വെച്ചാൽ സ്ക്വയർ അല്ല വരുന്നത്. 3, 2, 3, 2. 3 സെൻറ്റിമീറ്റർ നീളം, 2 സെൻറ്റിമീറ്റർ വീതി, പിന്നെയോ 1, 2, 3, 6 സെൻറ്റിമീറ്റർ ഉയരവും. അങ്ങനെയാണുള്ളൊരു പെട്ടിയാണ് നമുക്കിപ്പോൾ കിട്ടുക. അത് ചേർത്ത് കൃത്യമായിട്ട് മടക്കുകയാണ്. യെസ്. അപ്പോൾ 4 ഭാഗവും മടക്കി കഴിഞ്ഞാൽ വീണ്ടും സ്ക്വയർ പൈപ്പല്ല, ഇവിടെ ചതുരത്തിലുള്ള പൈപ്പാണ് കാണുക. സ്ക്വയർ പൈപ്പ് എന്ന് പറഞ്ഞു പോയിട്ടുണ്ടല്ലേ. യെസ്. ഇനി അതിന് വെക്കേണ്ട കഷ്ണം ഏറ്റവും അടിയിൽ 3, 2ലാണ്. 3 നീളവും 2 വീതിയുള്ളൊരു ഭാഗമാണ് അടി, അതിൻ്റെ പാത്രത്തിൻ്റെ അടിയായിട്ട് വെക്കേണ്ടത്. 3 നീളം 2 വീതിയിലും. യെസ്. ഇപ്പോൾ ആ പാത്രത്തിൻ്റെ അടിവശം ആയിക്കഴിഞ്ഞ് 1 ടേപ്പും കൂടെ വെച്ച് ഉറപ്പിക്കേണ്ടതുണ്ട്. യെസ്. ഈ പാത്രത്തിൻ്റെ നീളം 3 സെൻറ്റിമീറ്ററാണ്, വീതി 2 സെൻറ്റിമീറ്ററാണ്. ഇങ്ങനെ വെക്കുമ്പോൾ ഉയരം 6 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 3, 2, 6, 6, 6, 36 ക്യൂബിക് സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ വോളിയം. അപ്പോൾ 36 മില്ലി ലിറ്റർ ദ്രാവകം വെള്ളം കൊള്ളുന്ന പാത്രമാണ്. അപ്പോൾ ഇതൊക്കെ നിർമ്മിക്കുന്ന വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് 1 ക്യൂബിക് സെൻറ്റിമീറ്റർ, 1 മില്ലി ലിറ്റർ വെള്ളം കൊള്ളുന്ന പാത്രം. ഇത് 3 ക്യൂബിക് സെൻറ്റിമീറ്റർ, 4. അപ്പോൾ 4 ക്യൂബുകളായിട്ട് തന്നെ കാണാം. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ 4 ക്യൂബുകളായിട്ട് വെള്ളം നിൽക്കുന്നത് കാണാം. ഇത് 6 മില്ലി ലിറ്റർ വെള്ളം കൊള്ളുന്ന പാത്രം. ഇത് 8, 2 സെൻറ്റിമീറ്റർ ഇൻറ്റു 2 സെൻറ്റിമീറ്റർ ഇൻറ്റു 2 സെൻറ്റിമീറ്റർ ഇസിക്വൽ ടു 8 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇത് 12 ക്യൂബിക് സെൻറ്റിമീറ്റർ. 3 സെൻറ്റിമീറ്റർ ഇൻറ്റു 2 സെൻറ്റിമീറ്റർ ഇൻറ്റു 2 സെൻറ്റിമീറ്റർ. ഇത് 2 ഇൻറ്റു 2 ഇൻറ്റു 5 ആണ്. ഇപ്പോൾ 2, 2, 4, 5 20 ക്യൂബിക് സെൻറ്റിമീറ്റർ, 20 മില്ലി ലിറ്റർ വെള്ളം കൊള്ളുന്ന പാത്രം. ഇത് 3, 2, 5 ആണ്. അപ്പോൾ 3, 2, 6, 6 തന്നെയാണ് അല്ലേ. 6, 6, 36 ക്യൂബിക് സെൻറ്റിമീറ്റർ.